മാർക്കം ജീവി പുറത്തു വരട്ടെ. ഇല്ല, ഞാൻ പ്രതീക്ഷിച്ച പോലെയൊന്നും നടക്കുന്നില്ല. മാൽക്രം ഈ ചില്ലുകൂട്ടിനുള്ളിൽ കടന്നിട്ട് നൂറ്റാണ്ടുകൾ ഏറെയായി. ഇതുവരെ അദ്ദേഹത്തെ ആരും തന്നെ തുറന്നു വിട്ടിട്ടില്ലല്ലോ. മാൽക്രത്തെ പുറത്തു കൊണ്ടുവരുവാനുള്ള മാർഗം കണ്ടുപിടിച്ചു തരാമെന്ന് എന്നോട് ഏറ്റതാണ്. ഇതിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് തീരൂ. അതിനുള്ള മാർഗം എന്റെ കൈവശമുണ്ട് സ്കെൽറ്റർ. വേഗമാകട്ടെ. ഞങ്ങളുടെ ഉത്സവാഘോഷങ്ങൾ തുടങ്ങുവാൻ പോകുകയായിരുന്നു ഹീമാൻ. എനിക്കറിയാം. പിതാമഹന്മാർ പാരമ്പര്യമായി കൈമാറി വരുന്ന ഈ മാന്ത്രിക വടി നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പുറത്താക്കുകയുള്ളൂ അല്ലേ? ഈ മാന്ത്രിക വടി കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ദാ നോക്കിക്കൊള്ളൂ. നോക്കൂ, ആരോ നമ്മെ ആക്രമിക്കാൻ വരുന്നു. എല്ലാവരും വേഗം തയ്യാറായിക്കൊള്ളൂ. സൂക്ഷിക്കണം, ഇത് അപകടം പിടിച്ച പണിയാണ്. അച്ഛൻ എന്നോട്ടും വിശ്വാസമില്ലാന്ന് തോന്നുന്നു. വരൂ, നമുക്കവരെ പിടിച്ചു നിർത്താം. ഓ, വേഗം രക്ഷപ്പെട്ടോളൂ. ഹീമൻ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഒരു കുഴപ്പവുമില്ല. കൂട്ടുകാരെ, യുദ്ധം നിർത്തിക്കൊള്ളൂ. നമുക്ക് കിട്ടേണ്ടയാളെ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നമ്മെ ആക്രമിച്ചതാരാണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല. അറിയുന്നത് ഒന്നേ ഉള്ളൂ, സ്ട്രാറ്റോസിനെ അവർ തട്ടിക്കൊണ്ടുപോയി. കൂട്ടത്തിലാരോ മാൽക്രം എന്ന് പറയുന്നത് കേട്ടു. മാൽക്രം ചിലപ്പോ സോസറസിന് എന്തെങ്കിലും വിവരം നൽകാൻ കഴിഞ്ഞേക്കും. ദെലോറ, നീ ഭയപ്പെടണ്ട. സ്ട്രാറ്റോസിനെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാം. സ്ട്രാറ്റോസ് എന്റെ സഹോദരനാണ് ഹീമാൻ. ഞാനും അങ്ങയോടൊപ്പം വരുന്നു. വളരെ നല്ലത്. ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഒരിക്കലും നിനക്കത് പറഞ്ഞു തരില്ല. നീ പറയും, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിക്കും. ഇതാണ് മാൽക്രം. നോക്കൂ, ഈ മാൽക്രത്തിന്റെ സഹായത്തോടെ ടോഗോ മനുഷ്യർ പിതാമഹന്മാരെ വളരെയധികം ഉപദ്രവിച്ചിരുന്നു. ശല്യം സഹിക്കാതെ ആയപ്പോൾ പിതാമഹന്മാർ തങ്ങളുടെ വിദ്യ ഉപയോഗിച്ച് ഈ മാൽക്രത്തിനെ ഒരു ചില്ലുകൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. അതും ഈ ഗുഹയുടെ ഏറ്റവും അടിത്തട്ടിൽ. അവിടെയാണ് ടോഗോ മനുഷ്യർ ജീവിക്കുന്നത്. സ്ട്രാറ്റോസിനെ മാന്ത്രിവടി ഉപയോഗിച്ച് മാൽക്രത്തിനെ പുറത്തു കൊണ്ടുവരാവുന്നതാണ്. അങ്ങനെ പുറത്തു വന്നാൽ ഗ്രേസ്കൾ അപകടത്തിലാവും. എങ്കിൽ എത്രയും വേഗം നമുക്ക് പുറപ്പെടാം. എന്നാൽ ദുഃഖകരമായ ഒരു സത്യം കൂടിയുണ്ട്. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ടോ? ഒരിക്കൽ ഇത് തിന്മ പ്രവൃത്തികൾക്കായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്രയും വേഗം ഇതിന്റെ പ്രവർത്തനം നിർത്തണം. അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് ഇറ്റേണിയെ നശിക്കും. ഇറ്റേണിയെ നശിക്കുമോ? ഈ ഗുഹയ്ക്കുള്ളിലാണ് ടോഗോ മനുഷ്യൻ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. ദാ പൊങ്ങി വരുന്നു മറ്റൊരു സാധനം.
മനുഷ്യർ. യുദ്ധത്തിന് സമയമായി. സ്വാഗതം ഹീമാൻ. സ്കെൽട്ടർ, നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. സ്ട്രാറ്റോസ്, ഒന്നല്ല, വളരെയധികം പേരുണ്ട്. ഇതിലൊന്നു മാത്രമാണ് യഥാർത്ഥ സ്ട്രാറ്റോസ്. പക്ഷെ അവരെല്ലാം എന്റെ മാന്ത്രിക വലയത്തിലാണ്. ഇതിൽ യഥാർത്ഥ സ്ട്രാറ്റോസ് ആരാണെന്ന് അറിയാത്തത് കൊണ്ട് അങ്ങോട്ട് ആക്രമിക്കേണ്ട. ആക്രമണത്തെ ചെറുത്താൽ മതി. യഥാർത്ഥ സ്ട്രാറ്റോസിനെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഏയ് തോലോറ, വേണ്ട. സ്ട്രാറ്റോസ്, ഞങ്ങൾ താങ്കളുടെ ശത്രുക്കളല്ല. താങ്കൾ ആ സ്കെലിറ്റന്റെ വലയത്തിൽ പെട്ടുപോയിരിക്കുകയാണ്. അയ്യോ, അത് ദലോറയല്ലേ? അത് ദലോറയാണ്. അരുത്, അരുത്. അപ്പോൾ അതാണ് യഥാർത്ഥ സ്ട്രാറ്റോസ്. അരുത്, അവരെ ഉപദ്രവിക്കരുത്. വേഗം ഇവിടെ നിന്ന് പോകൂ. താങ്കൾ സ്കെൽറ്ററുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ മാന്ത്രിക വടിയാൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, ഈ ചില്ലുകൂട് തകർത്ത് മാൽക്രം പുറത്തു വരട്ടെ. അങ്ങനെ തന്നെ. എന്താണത്? ഞങ്ങൾക്ക് ഇനി കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട് സ്കെൽട്ടർ. അതെ അതെ, നിന്റെ ജോലി ഞാൻ ഇന്ന് കൊണ്ട് തീർത്തു തരാം ഹീമാൻ. എല്ലാവരും നമ്മുടെ മാൽക്രത്തിനൊരു നമസ്കാരം പറഞ്ഞേക്കും. മാൽക്രം, നിന്നെ രക്ഷപ്പെടുത്തിയ സ്കെൽട്ടർ നിന്നോട് ആവശ്യപ്പെടുന്നു, എന്റെ ശത്രുക്കളെയെല്ലാം നശിപ്പിച്ചു കളയൂ. അവരുടെ കഥ കഴിഞ്ഞത് തന്നെ. ഇനി ഞാനും മാൽക്രവും ചേർന്ന് ഗ്രേസ്കൾ പിടിച്ചടക്കാൻ പോവുകയാണ്. ഈ മാന്ത്രിക വടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിക്കൊള്ളാം. മാൽക്രം, ഈ അറയ്ക്കുള്ളിൽ മാന്ത്രിക വടി സൂക്ഷിച്ചോളൂ. എന്നിട്ട് വേഗം പോയി തിരിച്ചു വരൂ. വന്നിട്ട് ചില ജോലികൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ പെട്ടുപോയി. ഇത്തവണ സ്കെൽട്ടർ നമ്മളെ ശരിക്കും കുടുക്കിക്കളഞ്ഞു. അങ്ങനെ പറയാൻ വരട്ടെ. അതിലും എളുപ്പം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. മാനറ്റാം, മെർമാൻ, ഗ്രേസ്കളിലേക്ക് പോകാൻ നിങ്ങളും എന്റെ ഒപ്പം വരണം. ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് ആ മാന്ത്രിക വടി പൊട്ടിത്തെറിക്കും മുമ്പ് കൈക്കലാക്കണം. അത് മാൽക്രമാണല്ലോ. അവനെ ഒതുക്കാൻ ഒരു വിദ്യ പ്രയോഗിക്കണം.
കൊണ്ടൊന്നും ഇവിടെ വില പോകില്ല. മാൽക്രം, വേഗം ആ വാതിൽ തള്ളി തുറക്കാൻ നോക്ക്. വളരെ ബലമേറിയവയാണെങ്കിലും നിനക്കത് തുറക്കാൻ കഴിയും. ഓ, സ്കെലിറ്റർ. ഒന്നിനെതിരെ രണ്ടുപേരോ? അങ്ങനെ തോന്നുന്നു അല്ലേ? നിങ്ങൾ കാവൽക്കാരുടെ കാര്യം നോക്കിക്കൊള്ളൂ, ഞാൻ മാന്ത്രികവിടെ കൈക്കലാക്കാം. ഓ, അതിന് ഞാൻ മതി. ഇവരെ ഒതുക്കാൻ എന്റെ ലൊടുക്ക് വിദ്യകൾ ധാരാളം. അത് ഫലിച്ചു. അയ്യോ, വിചാരിച്ചത്ര ഫലിച്ചില്ല. അവരെ പിടിക്കൂ. എന്താണ് സംഭവിച്ചത്? ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ മാന്ത്രിക വടി എനിക്ക് തരൂ. നിനക്ക് മാന്ത്രിക വടി കൊണ്ടല്ല, ഈ വടി കൊണ്ടാണ് തരാൻ പോകുന്നത്. വേണ്ട, ഇക്കളി എന്റെ അടുത്ത് വേണ്ട. ഇവരെ ഞാൻ പിടിച്ചോളാം. ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ. ഇതിന്റെ വേഗത എന്ത് ചെയ്തിട്ടും കൂടുന്നില്ലല്ലോ. ഹീമാൻ എന്റെ സഹായം ആവശ്യമുണ്ട്. നിനക്ക് മുറിവെല്ലാം പറ്റിയോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. വരൂ, നമുക്ക് ഗ്രേസ്കലിലേക്ക് പോകാം. വാതിൽ തുറക്കാൻ പുതിയ വഴി നോക്കാം. സ്കെൽട്ടർ തന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ആ വാതിൽ തുറക്കാൻ നോക്കുകയാണ്. സ്ട്രാറ്റോസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? രക്ഷപ്പെട്ടോളൂ. തുടങ്ങിക്കൊള്ളൂ. ഇനി നമുക്ക് നിർത്തിവെക്കാം. നമുക്ക് ടീലയെ അന്വേഷിക്കാം. ടീല, നിനക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് മുന്നിൽ ഒട്ടും സമയമില്ല. എത്രയും വേഗം മാന്ത്രികവടി ഹീമാന്റെ കയ്യിലെത്തിക്കണം. ഇപ്പൊ തന്നെ വൈകിയിരിക്കുന്നു.
വാതിലുകൾ തുറക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. ഈ രശ്മികൾ താങ്ങാനാവുന്നില്ലല്ലോ. മാൽക്രം, ഈ മാന്ത്രിക വടിയാൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഹീമാൻ, അയ്യോ, ആ മാന്ത്രിക വടി ഇപ്പോൾ പൊട്ടിത്തെറിക്കും. അങ്ങനെ ഇപ്പോൾ രക്ഷപ്പെട്ടു. അങ്ങനെ മാൽക്രം വീണ്ടും ചില്ലുകൂട്ടിലായി. മാന്ത്രിക വടിയും നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. കഷ്ടിച്ചാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഹീമാൻ, എന്നെ രക്ഷിക്കൂ. സ്കെലിറ്റർ ഇപ്പോൾ ഈ വാതിൽ തുറക്കും. അങ്ങനെ ഇപ്പോൾ കാസിൽ ഗ്രേസ്കൾ എന്റേതാകാൻ പോകുന്നു. അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ സ്കെൽട്ടർ. തൽക്കാലം ഇപ്പോൾ ഞാൻ പോകുന്നു. ഇപ്പോഴല്ല, എപ്പോൾ വന്നാലും ഞാൻ നേരിടും. കൂട്ടുകാരെ, അപ്പോൾ നമുക്കിനി ആഘോഷങ്ങൾ തുടരാമല്ലോ അല്ലേ? പുതിയ തടസ്സങ്ങളൊന്നും വരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂട്ടുകാരെ, ഇന്ന് എനിക്ക് നിങ്ങളോടൊരു പ്രത്യേക കാര്യമാണ് പറയാനുള്ളത്. അതായത്, മിന്നുന്നതെല്ലാം പൊന്നല്ല. നിങ്ങളുടെ കൂട്ടുകാരെ കയ്യിലും മറ്റും ചിലപ്പോൾ ഭംഗിയുള്ള പല വസ്തുക്കളും കണ്ടേക്കാം. എന്നാൽ അവയുടെ ഉപയോഗത്തെ കുറിച്ച് പൂർണ്ണ ബോധ്യം വരാതെ പുറമോടിയിൽ മാത്രം മയങ്ങി അത് കൈവശപ്പെടുത്താൻ ശ്രമിക്കരുത്. നിങ്ങൾക്കറിയില്ലാത്ത ഏത് വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോഴും മുതിർന്ന ഒരു ഉപദേശം തേടുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണാം. ബൈ.